ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. BB അവാർഡ് നൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഓരോ കാറ്റഗറീസും വായിച്ച് ആളിനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായങ്ങളും നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറയാം. പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന ഒരു അവാർഡ് ലഭിച്ചത് നെവിനാണ്. എല്ലാവരും കൂടി ആ ഒരു ടൈറ്റിൽ ലഭിക്കാനായിട്ട് നെവിന് വേണ്ടി വോട്ട് ചെയ്തതാണ് കേട്ടോ. എല്ലാ കാറ്റഗറിയിലും അങ്ങനെയായിരുന്നു. ആദ്യം ഒരു പോൾ എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അതേപോലെ പുറത്തിറങ്ങിയാൽ ഏറ്റവും തിരിച്ചറിയപ്പെടാൻ സാധ്യതയില്ലാത്ത ആ ഒരു ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത് ലക്ഷ്മിക്കാണ്. അത് ഇത്തിരി കടന്ന കൈയായി പോയി കേട്ടോ. കാരണം 2 വിവാദങ്ങളെ ലക്ഷ്മിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൽ തന്നെ ഹൗസ് ഇളക്കി മറിച്ച 2 വിവാദങ്ങളായിരുന്നു. ഒന്ന് മാത്രം മതി മലയാളികൾക്ക് വേദലക്ഷ്മി ആരാണെന്ന് തിരിച്ചറിയാനായിട്ട്. അതൊക്കെ വേറെ കാര്യം. എല്ലാവരുടെയും ആ ഒരു പൊളിറ്റിക്സ് വെച്ചിട്ട് കൊടുത്തതാണ്. അടുത്ത കാറ്റഗറി ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ലഭിക്കാൻ പോകുന്ന വ്യക്തി ആരായിരിക്കും എന്നുള്ളതായിരുന്നു. അനുമോൾക്കാണ് ആ ഒരു ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത്. അത് എന്തായാലും ആപ്റ്റ് ആയിരുന്നു കേട്ടോ. ഓൾറെഡി നല്ല രീതിയിൽ ഉദ്ഘാടനങ്ങളുള്ള ഒരു വ്യക്തിയാണ് അനുമോള്. പുറത്തിറങ്ങിയാൽ അഫ്കോഴ്സ് അതങ്ങ് കൂടും. അടുത്ത കാറ്റഗറി ഉദ്ഘാടനത്തിന് വിളിക്കാൻ സാധ്യതയില്ലാത്തവർ എന്നുള്ളതായിരുന്നു. 3 പേരാണ് ഈ ഒരു ടൈറ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അനീഷ്, അക്ബർ, ഷാനവാസ്. ഇവരാണ് ആ 3 പേര്. കൊള്ളാം കേട്ടോ. സ്ട്രോങ് പ്ലേയേഴ്സ് 3 പേർക്കും ഇനോഗ്രേഷൻ ഇവന്റ് ഒന്നും കിട്ടത്തില്ല. ഈ ഒരു കാര്യത്തിൽ അക്ബറും ഷാനവാസും കൂടി നൈസായിട്ട് ട്രോളി വിടുന്നുണ്ട് കേട്ടോ. ബിഗ് ബോസ് കഴിഞ്ഞ് 5 വർഷത്തേക്ക് ഞങ്ങൾ ബിസിയാണ്, ഞങ്ങൾക്ക് ഫുൾ സിനിമകളാണ് എന്നൊക്കെ അക്ബറും ഷാനവാസും കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ ബുക്ക്ഡ് ആണ് എന്ന് പറയുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത ടൈറ്റില് നാട്ടുകാർ ചൂലുമായിട്ട് വരവേൽക്കാൻ പോകുന്ന വ്യക്തി എന്നുള്ളതാണ്. അതും ലക്ഷ്മിക്കാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 2 നെഗറ്റീവ് അവാർഡാണ് ലക്ഷ്മിക്ക് കൊടുത്തത്. ലക്ഷ്മിയുടെ ഗെയിമിന്റെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ, സ്ട്രോങ് പ്ലെയർ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നെക്സ്റ്റ് കാറ്റഗറി പ്രപ്പോസലുകളുടെ ഒരു കടലിൽ മുങ്ങിത്താഴാൻ പോകുന്ന വ്യക്തി എന്നുള്ള ആ ഒരു സുഖിപ്പിക്കൽ പോസിറ്റീവ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് സാബുമാനാണ്. അതാണ് സാബുമാന് കൊടുത്തിരിക്കുന്നത്. കറക്റ്റാണ് കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പുറത്തിറങ്ങിയാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി, അതാണ് നെക്സ്റ്റ് ടൈറ്റില്. ഷാനവാസിനാണ് ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. വലിയൊരു അവാർഡായിട്ട് ഇത് സ്വീകരിക്കുന്നു എന്നാണ് ഷാനവാസ് പറഞ്ഞത്. അല്ല പിന്നെ ഷാനവാസ് തലയിൽ മുണ്ടേ നടന്നത് തന്നെ. ആരാധകര് താഴെ നിർത്തിയിട്ട് വേണം ഇത് നടക്കാനായിട്ട്. നെക്സ്റ്റ് കാറ്റഗറി ഒരു BB ട്രെയിനിങ് അക്കാഡമി തുടങ്ങാൻ ചാൻസ് ഉള്ള വ്യക്തി, അത് അനീഷിനാണ് കൊടുത്തത്. ഷാനവാസിന് നെഗറ്റീവ് അവാർഡ്സ് കിട്ടിയപ്പോൾ അനീഷിന് പോസിറ്റീവ് ആണ് കിട്ടിയത് കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം എടുത്ത് നോക്കേണ്ട ഒരു കാര്യമാണ്, നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫാഷൻ ഐക്കൺ അവാർഡ് ജിസൈലിനാണ് കൊടുത്തിരിക്കുന്നത്. ട്രെൻഡ് സെറ്റർ എന്നുള്ളൊരു ടൈറ്റിൽ നെവിന്. ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ്സ് എന്ന ഒരു പോസിറ്റീവ് ടൈറ്റിൽ ഷാനവാസിന് കൊടുത്തു. അത് പിന്നെ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 4 കാറ്റഗറിയും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിസ്സംശയം പറയാൻ പറ്റുന്ന ടൈറ്റിൽസ് ആണ്. അടുത്തത് ഇത്തിരി കോമഡി ആയിരുന്നു. പുറത്തിറങ്ങിയാൽ ലോൺ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരാൾ, ജിഷിൻ മോഹനാണ് ആ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. സ്വന്തമായിട്ട് ബാങ്കുള്ള എനിക്ക് എന്തിനാ ലോൺ എന്നൊക്കെ ജിഷിൻ പറയുന്നുണ്ട്. പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ള വ്യക്തി എന്ന ഒരു ടൈറ്റിൽ അനുമോൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഷോ അവസാനിക്കുന്ന ദിവസം ആരാധക വൃന്ദത്താൽ ചുറ്റപ്പെടുത്താൻ സാധ്യതയുള്ള വ്യക്തി, ആ ഒരു അവാർഡും അനീഷിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ അനീഷ് പറയുന്ന പോലെ അവിശ്വസനീയമായിട്ടുള്ള ഒന്നും എനിക്ക് തോന്നുന്നില്ല, നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യവുമല്ല. എനിക്ക് ഷോക്കായത് എല്ലാവരും കൂടി അനീഷിന് ഈ ഒരു ടൈറ്റിൽ കൊടുത്തല്ലോ എന്ന് ഓർത്തിട്ടാണ്. കൊള്ളാമല്ലോ, ഓഡിയൻസിന്റെ പൾസറിഞ്ഞ് കളിക്കുന്ന മത്സരാർത്ഥികളാണല്ലോ തവണത്തേത്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ അനീഷിന് കറക്റ്റായിട്ട് കൊടുത്തു. ഈ അവാർഡ്സിന് ശേഷം ഇനി ഒരു അവാർഡ് ലഭിക്കാൻ ചാൻസ് ഇല്ല എന്ന ഒരു അവാർഡ് 5 പേർക്കാണ് ഇവർ വീതിച്ചു കൊടുത്തിരിക്കുന്നത്. ബിന്നി, ആര്യൻ, ആദില, അനീഷ്, ഒനീല്, ഇവർക്കാണ് ഈ ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അവാർഡ് ദാന ചടങ്ങിൽ എല്ലാവരും പറഞ്ഞ സ്പീച്ച് കിടുവായിരുന്നു കേട്ടോ. ഈ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ആദില പറയുന്നുണ്ട്, എനിക്ക് ഈ അവാർഡ് തന്നതിനുള്ള സന്തോഷം ഞാൻ എല്ലാവരുടെയും ചെവി വന്നെന്ന് പ്രകടിപ്പിക്കുന്നതായിരിക്കുമെന്ന്. എല്ലാവരും തെറി വിളിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അടുത്ത മലയാളം സീസണിൽ ക്രിയേറ്റീവ് ഹെഡ് ആവാൻ ചാൻസ് ഉള്ള വ്യക്തി ഒനീലോ. ഇതെന്തോന്നിത്? ശരീരം അനങ്ങാതെ എങ്ങനെ പണിയെടുക്കാമെന്ന വിഷയത്തിൽ ഒരു ബീം ബാഗിന്റെ മുകളിൽ ഇരുന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒനീൽ സാബു. ആ ഒനീലിനെയൊക്കെ പിടിച്ച് ക്രിയേറ്റീവ് ഹെഡ് ആക്കിയാൽ അടുത്ത സീസൺ 8ന്റെ പണി എന്നുള്ളത് ശരിക്കും 8ന്റെ പണി തന്നെയാവും. മത്സരാർത്ഥികൾക്കല്ല എന്ന് മാത്രം. എൻ്റെ മോൾ ഷൈനും ഏഷ്യനെറ്റിനും കാശ് കുറെ പോവും. അപ്പോൾ അതെന്തായാലും ഒരു കോമഡി ആയിട്ട് തോന്നി ഒനീലിന് ആ ഒരു അവാർഡ് കൊടുത്തത്, ക്രിയേറ്റീവ് ഹെഡ്. കൊള്ളാം. ലാസ്റ്റ് കാറ്റഗറി മഞ്ഞപ്പത്രം ആര് തുടങ്ങും എന്നതായിരുന്നു. അക്ബറിനാണ് ആ ഒരു ടൈറ്റിൽ ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡ് മഞ്ഞപ്പത്രങ്ങൾക്കുള്ള ഒരു എംപവർമെന്റ് ആണെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഈ ഒരു BB അവാർഡ് ഷോ. എന്റർടൈനിങ് ആയിരുന്നു കേട്ടോ, സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ അഭിലാഷും നൂറയും ആ ഒരു VJ ആയിട്ട് ചെയ്തു. അവരവരുടെ ആ ഒരു എനർജിയൊക്കെ കറക്റ്റ് ആയിരുന്നു.
ഒട്ടുമിക്ക എല്ലാ അവാർഡ്സും കറക്റ്റ് ആളുകൾക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ലക്ഷ്മിയുടെ ഇത്തിരി അൺഫെയർ ആയിട്ട് തോന്നി. 2 നെഗറ്റീവാണ് ലക്ഷ്മിക്ക് ലഭിച്ചത്. അത് ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് അവാർഡ്സ് ഒക്കെ കിട്ടി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.